ഇപ്പോൾ കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയ സംരക്ഷണത്തിലേക്ക്. അങ്ങനെ സാഹചര്യത്തിൽ ഇത്രയും പെരുപ്പിച്ചൊരു കണക്ക് അത് കേന്ദ്രത്തിന് കൊടുക്കാനാണെന്ന് സമ്മതിച്ചു. കേന്ദ്രത്തിന് കൊടുക്കാനാണെങ്കിൽ ഇങ്ങനത്തെ കണക്കാണോ കൊടുക്കേണ്ടത്? അപ്പോൾ കണക്കുകൾ സുതാര്യമല്ല, ഊതി പെരുപ്പിച്ച കുറേ കണക്ക് കൊടുത്തു. സർക്കാർ അടിയന്തരമായി ചെയ്യേണ്ടത് ജൂൺ 30-ാം തീയതിയുള്ള ഈ സംഭവത്തിന് ശേഷം എത്ര കോടി ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ലഭിച്ചിട്ടുണ്ട്? ഇപ്പോഴും സംഘടനകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. എത്ര കോടി ലഭിച്ചു? എത്ര കോടി വയനാട്ടിന് വേണ്ടി ചിലവാക്കി? ഞാൻ മനസ്സിലാക്കുന്നത് അവർക്കൊന്നും ഇതുവരെ കാര്യമായിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ കിട്ടിയ തുക എത്ര, ചിലവഴിച്ച തുക എത്ര, ഇതിൻ്റെ വ്യക്തമായൊരു കണക്ക് പുറത്തു വിടാൻ സർക്കാർ മടിച്ചാൽ ഇനി ഏതൊരു കാര്യം വന്നാലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ആരും പൈസ കൊടുക്കാത്ത അവസ്ഥയുണ്ട്. അത് അങ്ങനെ സംഭവം ഉണ്ടാവരുത്. അതുകൊണ്ടാണ് സതുദ്ദേശത്തിലാണ് ഞങ്ങൾ പറയുന്നത്, കണക്ക് പുറത്ത് അറിയിക്കണം. എത്ര കോടി ചെലവഴിച്ചു, എത്ര കോടി ബാക്കിയുണ്ട്, അത് മൊത്തം കണക്ക് ജൂലൈ 30-ാം തീയതി മുതൽക്കുള്ള മുഴുവൻ കണക്കും സർക്കാർ പുറത്തു വിടണം. അതോടൊപ്പം കേന്ദ്രത്തിനൊരു ചുമതലയുണ്ട്. അവർക്കും കൈയെഴുകാൻ പാടൊന്നുമില്ല. കാരണം പ്രധാനമന്ത്രി വന്നു, സംഭവസ്ഥലം സന്ദർശിച്ചു. ഏതാണ്ടൊരു കണക്ക് കേന്ദ്രത്തിൻ്റെ കയ്യിലുണ്ടല്ലോ. ഒരു പ്രാഥമികമായിട്ട് ഒരു എമൗണ്ട് അവർക്ക് സാങ്ഷൻ ആയിക്കൂടെ? പ്രധാനമന്ത്രി വന്നു പോയിട്ട് ഒരു മാസം കഴിഞ്ഞില്ല. ഇത്രയും ദിവസം കൊണ്ട് കാശ് പോലും എന്തുകൊണ്ട് കേന്ദ്രം തന്നില്ല? ഈ കണക്കിൽ തെറ്റുകളുണ്ട്, ശരി, സമ്മതിക്കും. എങ്കിലും ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു ചെലവിനുള്ള തുകയെങ്കിലും കേന്ദ്രം നൽകേണ്ടതല്ലേ? ഇപ്പം രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട്. വിമർശിക്കുമ്പോൾ കേന്ദ്രം ചെയ്യുന്നതിനോട് സമാനം പോലും യോജിക്കാൻ കഴിയുന്നില്ല. ഈ കാര്യത്തിൽ ഒന്നാം പ്രതി മുഖ്യമന്ത്രിയും രണ്ടാം പ്രതി പ്രധാനമന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്രം അടിയന്തരമായി സഹായം ഒരു സംഖ്യ അനുവദിക്കണം. കേരളമായിട്ടുള്ള കണക്ക് കേന്ദ്രത്തിന് സമർപ്പിക്കണം. ഇവർ രണ്ടുപേരും ശ്രമിച്ചാൽ മാത്രമേ വയനാട്ടിലെ ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ കഴിയുള്ളൂ. അതോടൊപ്പം തന്നെ ഈ സൈറ്റ് അടിയന്തരമായിട്ട് ലഭ്യമാക്കണം. ഉദാഹരണം പറഞ്ഞാൽ എല്ലാ സംഘടനകളും വീടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ വീടുകൾ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ വീട് എവിടെ വയ്ക്കും? അപ്പോൾ ആ സ്ഥലം കാണിച്ചു തരേണ്ട ചുമതല സംസ്ഥാന സർക്കാരിനുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഞാൻ പറയുന്നത്, ഇത്രയും ദുരന്തം കഴിഞ്ഞ് ഇത്രയും മാസങ്ങൾ പിന്നിട്ടിട്ട് പോലും ഒരു ശുഷ്കാന്തി രണ്ട് സർക്കാരുകളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രഖ്യാപിക്കും. ഇപ്പോൾ വയനാട് ഉണ്ടാവുമെന്ന് അറിയില്ല, എങ്കിലും പാലക്കാടും ചേലക്കരയൊക്കെ ഉണ്ടാവും. പിന്നെ എല്ലാ ശ്രദ്ധയും ബൈ ഇലക്ഷനിലായിരിക്കും. അപ്പോൾ വയനാടുകാരെ പലരും ഓർക്കില്ല. അത് മുന്നിൽ കണ്ടുകൊണ്ട് പെട്ടെന്ന് വസ്തുനിഷ്ഠമായിട്ടുള്ള കണക്ക് കേന്ദ്രത്തിന് നൽകാനും അടിയന്തരമായ ഒരു തുക കേന്ദ്രം അനുവദിക്കാനും തയ്യാറാകണം. രണ്ട്, ഇതിൻ്റെ കണക്കുകൾ പൂർണ്ണമായിട്ടും ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ലഭിച്ച തുക, ചെലവഴിച്ച തുക, ഇത് അടിയന്തരമായിട്ട് പുറത്തുവിടണം. ഈ കാര്യങ്ങളിൽ ശുഷ്കാന്തി കാണിച്ചില്ലെങ്കിൽ ശക്തമായിട്ടുള്ള സമരം കോൺഗ്രസ് പാർട്ടി നടത്തും എന്ന് പാർട്ടി നേതാക്കൾ KPC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രതീക്ഷിത ചെലവ് എങ്ങനെയാണ് കാണിക്കാനാണ് പൊതുവെ പറഞ്ഞു സർക്കാർ ആ രീതിയിലൊരു വിശദീകരണം വരുന്നത്? കാരണം അല്ല, എന്നാലും ചെയ്യുന്ന ഒരു ക്രൂരതയില്ലേ? ഒരു മൃതദേഹം സംസ്കരിക്കാൻ 75,000 രൂപ എന്നൊക്കെ പറയുന്നത് അങ്ങനെ പറയാൻ പാടുണ്ടോ? മൃതദേഹം വെച്ചിട്ട് വില പേശാൻ പാടുണ്ടോ? ബാക്കി കണക്കുകളൊക്കെ പോട്ടെ, മൃതശരീരം വെച്ചിട്ട് വില പേശുന്നത് ഒട്ടും ശരിയായിട്ടുള്ള നടപടിയല്ല. അതിന് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയില്ല. ഞാൻ പറയാം, കുമാറിനെ സ്പർശിക്കുന്ന ഒരു തീരുമാനവും മുഖ്യമന്ത്രി എടുക്കില്ല. നിങ്ങൾ എഴുതി വെച്ചോ, ഒരു മുഖ്യമന്ത്രി എടുക്കില്ല. അങ്ങനെ എന്തെങ്കിലും തീരുമാനം എടുത്താൽ അന്ന് പിണറായി വിജയന് കസാല ഒഴിയേണ്ടി വരും. എന്തുമാത്രം ന്യായീകരിക്കാൻ കഴിയുമോ? ആ കാര്യത്തിൽ മുഖ്യമന്ത്രി 100% അജിത് കുമാറിൻ്റെ കൂടെയാണ്. പിണറായി ഉള്ളിടത്തോളം കാലം